മലബാറിലെ ഏറ്റവും കൂടുതൽ മീനിച്ചിൽ താലൂക്കിൽ നിന്നുള്ള ആളുകളാണ്. ഞാൻ കോട്ടയം രൂപതയുടെ ജ്ഞാനാനായ കമ്മ്യൂണിറ്റിയെ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു രൂപതയ്ക്ക് ആവിർഭാവം കൊടുക്കാനായിട്ട് പരിശുദ്ധ സിംഹാസനം മനസ്സിലെ കരുതിയ അതിലേറ്റവും വലിയ ഒരു കാഴ്ചപ്പാടുള്ള ഒരു പിതാവിനെ കണ്ടെടുക്കാൻ പരിശ്രമിച്ചു. ഒരുപക്ഷെ മലബാറിലെ രൂപതകൾക്ക് മോശയെ പോലെ നേതൃത്വം കൊടുക്കാൻ ദൈവ തിരുമുൻപിൽ ഉപകരണമായിട്ടുള്ള സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിനെ ഒരു കാലത്തും സീറോ മലബാർ സഭയ്ക്കോ നിങ്ങൾക്കോ മറക്കാൻ കഴിയില്ല. ഇവിടെ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് വള്ളോപ്പള്ളി പിതാവ് മീനിച്ചിലിന്റെ സുഖസൗകര്യങ്ങളിൽ നിന്ന് ഇവിടെ വന്നത്. ഞാനിങ്ങനെ ലോറൻസ് പിതാവുമായിട്ട് സംസാരിച്ചപ്പോൾ പിതാവ് ഭഗ്യാന്തരേണ ഒരു കാര്യം എന്നോട് പറഞ്ഞു. ഇവിടെ ഒരു സ്ഥലത്ത് റോഡില്ലായിരുന്നു. പിതാവ് ഇടവകൾ സന്ദർശിക്കുമ്പോൾ ഇടവകളിലേക്ക് പിതാവിന് വരാനായിട്ട് ജനങ്ങൾ നടത്തിയ തേരോട്ടവും പോരാട്ടവുമാണ് ഇവിടുത്തെ എല്ലാ റോഡുകളും. ഇന്നത് പഞ്ചായത്തിൻ്റെതാണ്, ഇന്നത് മുനിസിപ്പാലിറ്റികളുടേതാണ്. നമ്മുടെ മനുഷ്യന്റെ നീരും വിയർപ്പും ചോരയും നീരും ഒക്കെ വീണ ഭൂമിയിലെ പണിത വഴികളിലൂടെയാണ് ഇന്നത്തെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകള് വളർന്നു വന്നത്. അവരുടെയൊക്കെ ഓർമ്മകള് നമ്മുടെ മുൻപില് ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപക്ഷെ സ്വർഗത്തിലെ നമ്മൾ സ്തോത്രഗീതം ആലപിച്ചപ്പോഴ് മാലാഖമാരുടെ കൂട്ടത്തിലെ പാടാനായിട്ട് നിരന്നു നിന്ന നമ്മുടെ വലിയ പിതാക്കന്മാരെ, നമ്മുടെ മരിച്ചുപോയ പൂർവ്വപിതാക്കന്മാരെ, നമ്മുടെ വൈദിക ശ്രേഷ്ഠര് അവരൊക്കെയുണ്ട്. അവരുടെ വേരിലാണ്, അവര് പാകിയ മണ്ണിലാണ് നമ്മൾ ഈ രൂപത നമ്മൾ സ്ഥാപിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു ചെന്നപ്പോഴ് മടമ്പത്ത് കോട്ടയം രൂപതയിലെ ഒരു പള്ളി, അവിടേക്ക് 12 കിലോമീറ്റർ നടന്ന് നമ്മുടെ മനുഷ്യര് കുർബാന കാണാൻ കഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തെ കുറിച്ച് ഇന്ന് ചെറിയ തലമുറയ്ക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? 12 കിലോമീറ്റർ നടന്ന് ശനിയാഴ്ച ഇവിടുന്ന് ചൂട്ട് കത്തിച്ച് മടമ്പത്തോട്ട് നടന്ന് ഒരു സീറോ മലബാർ കുർബാന കാണാൻ പോയ കാർണവന്മാരുടെ മക്കളാണ് നിങ്ങളൊക്കെ. ഞാൻ അവരെ പടുത്തുയർത്തിയ പാറപ്പുറത്താണ് ഇന്ന് തലശ്ശേരി രൂപത 5 സാമന്ത രൂപതകളുള്ള വലിയൊരു പ്രവിശ്യയായിട്ട് വളർന്നിട്ടുള്ളത്. ആദ്യമായിട്ട് ഇവിടെ ഒരു പള്ളി വെക്കാനായിട്ട് സ്ഥലം അന്വേഷിച്ചപ്പോഴ് താൻ വെട്ടിപ്പിടിച്ച ഭൂമിയിൽ നിന്ന് ഏറ്റവും നല്ല ഭാഗം 5 ഏക്കർ ഭൂമി കൊടുക്കാനായിട്ട് ഒരു കാരണവര് കാണിച്ച ഒരു സന്മനസ്സുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുന്നില്ല, എനിക്ക് തെറ്റുപോയിട്ടെങ്കിൽ അത് കുഴപ്പമാവുമെന്ന് കരുതിയിട്ട്. ഞാൻ ഈ ചരിത്രത്തിൽ കണ്ടു, ആ കാരണവരാ പറഞ്ഞത്, ഞാൻ വെട്ടിപ്പിടിച്ച ഈ ഭൂമിയിൽ ഏറ്റവും നല്ലത് ഈ 5 ഏക്കറാണ്, അവിടെയാണ് നിങ്ങൾ ആദ്യത്തെ പള്ളി പണിയേണ്ടത്. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടിയേറ്റ ജനതയുടെ പോരാട്ടത്തിൻ്റെ വിജയമാണ് ഇന്ന് ചെമ്പേരിയിലെ ബസിലിക്ക പള്ളി. പരിശുദ്ധ സിംഹാസനം അതിൻ്റെ മേൽ മുദ്ര വെച്ചുകൊണ്ട് പരിശുദ്ധ മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൻ്റെയും പരിശുദ്ധ റോമാ സഭയിലുള്ള നിങ്ങളുടെ കൂട്ടായ്മയുടെയും കൂട്ടുത്തരവാദിത്വത്തിൻ്റെയും അടയാളമായിട്ട് ഈ തലപ്പള്ളിക്ക്, ഈ തള്ളപ്പള്ളിക്ക് ബസിലിക്ക സ്ഥാനം നിങ്ങൾക്ക് നൽകിയതാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇന്ന് നമുക്കൊക്കെ 2 മക്കള്, കണക്ക് തെറ്റിയാൽ 3, പക്ഷേ തലശ്ശേരി രൂപത 4 മക്കളെ പ്രസവിച്ചു.
ബെൽത്തങ്കാടി, ഭദ്രാവതി, മാണ്ഡ്യ, മാനന്തവാടി, താമരശ്ശേരി, 5 എണ്ണം. ശരിയാ, ഞാൻ താമരശ്ശേരി തലശ്ശേരിയായിട്ട് തെറ്റി വായിച്ചതാണ്. നോക്കൂ മക്കളെ, നമ്മുടെ പൂർവപിതാക്കന്മാരുടെ കാഴ്ചപ്പാട്, അവര് വെട്ടിയെടുത്ത ഭൂമിയിലെ നമ്മൾ അതിർത്തികൾ വെച്ച് അതിനെയൊക്കെ വളർത്തിയത്. ഞാൻ എൻ്റെ പ്രസംഗത്തിലേക്ക് ഏത് ബൈബിൾ വാചകമാണ് ഞാൻ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു വചനം മാത്രമേ ഉള്ളൂ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ വചനമാണ്. അത് ആദിമാതാപിതാക്കളോട് ദൈവമായ തമ്പുരാൻ കൊടുത്ത 3 കൽപ്പനകളാണ്. ആദ്യത്തെ കൽപ്പന മൾട്ടിപ്ലൈ, നിങ്ങൾ വർദ്ധിക്കുക, നിങ്ങൾ വർദ്ധിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മലബാറിലേക്ക് കുടിയേറിയ മനുഷ്യരെ കുറിച്ചുള്ള കഥകൾ വായിച്ചപ്പോൾ അവർ മക്കളെ സ്വീകരിക്കാൻ തമ്പുരാന്റെ കയ്യിൽ കൈ നീട്ടിയത് തൂമ്പ പിടിക്കാനും അധ്വാനിക്കാനും കുടുംബത്താളുണ്ടാകാൻ വേണ്ടി കൂടിയിട്ടായിരുന്നു. അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് നമുക്ക് ഇവിടെ ജനം വർദ്ധിച്ചത്. മക്കളെന്ന് പറയുന്നത് തമ്പുരാന്റെ ദാനമാണ്. യു മൾട്ടിപ്ലൈ. ഞാൻ ഈ വാക്ക് ഇന്ന് നിങ്ങളോട് പറയുന്നത് സിറോ മലബാർ സഭ, കത്തോലിക്ക സഭകളെല്ലാം തന്നെ ഈ കാലഘട്ടത്തിലെ കടന്നു പോകുന്ന ഒരു വലിയ പ്രതിസന്ധി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഇന്നത്തെ ജനന പ്രക്രിയയുടെ നിരക്ക് ഇതുപോലെ ആധുനവൽക്കരിക്കപ്പെട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അടുത്ത 2 കാനേഷ് കുമാരി കഴിയുമ്പോഴേക്കും സിറോ മലബാർ സഭ കാനേഷ് കുമാരി കണക്കിൽ നിന്ന് മാറ്റപ്പെടാൻ ഉള്ള സാധ്യത അപകടകരമായിട്ട് ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും. കർത്താവിന്റെ കൽപ്പനയാണത്. മൾട്ടിപ്ലൈ, നിങ്ങൾ വർദ്ധിക്കുക, നിങ്ങൾ വർദ്ധിക്കണം. നിങ്ങൾ വർദ്ധിക്കാത്തിടത്തോളം ആരെയും തോൽപ്പിക്കാനല്ല, ആരെയും പിന്നിലാക്കാനല്ല, പക്ഷെ തമ്പുരാന്റെ കൽപ്പനയാണ് മൾട്ടിപ്ലൈ. രണ്ടാമത് പറയുകയാണ് യു ഷാൽ ബി ഫ്രൂട്ട്ഫുൾ. നിങ്ങൾ ഫലം ചൂടുന്നവരാണ്. ഇന്ന് താലന്തുകളുടെ കഥ ഞാൻ വായിച്ചു. ഒരു താലന്ത് കിട്ടിയവൻ പറഞ്ഞു, എനിക്ക് തന്നെ പേടിയാണ്, നീ എങ്ങനെയാ പെരുമാറാന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഈ താലന്ത് കൊണ്ട് എന്തെങ്കിലും ചെയ്താലേ, അതിന് നഷ്ടം പറ്റിയാലേ നീ എന്നെ ശിക്ഷിക്കുമോ എന്ന് പേടിച്ചിട്ട് ഞാനിത് തുണിയിൽ പൊതിഞ്ഞ് മണ്ണിൽ കുഴിച്ചു വെച്ചു. എൻ്റെ പ്രിയപ്പെട്ട മലബാറിലെ കുടിയേറ്റ മക്കളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ സഭയുടെ സൗകര്യങ്ങള്, നമ്മുടെ സമുദായത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതകള് എല്ലാം വളർന്ന് വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വർദ്ധിക്കാനുള്ള ആഗ്രഹം, അത് ഒരു ശല്യമായിട്ട് കരുതുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കർത്താവ് പറഞ്ഞ കൽപ്പനയാണ് മൾട്ടിപ്ലൈ. നമുക്ക് മക്കള് വേണം, നമുക്ക് ആള് വേണം. അതാരെയും തോൽപ്പിക്കാനല്ല, ആരെയും പരാജയപ്പെടുത്താനല്ല, ആരുടെയും മുന്നോട്ട് പോക്ക് നമ്മൾ വിഘടിപ്പിക്കാനല്ല. പക്ഷെ കർത്താവിന്റെ കൽപ്പനയാണ് മൾട്ടിപ്ലൈ. ഞാൻ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ സായിപ്പുമാരെന്നോട് ചോദിക്കാറുണ്ട്, ഹൗ ഈസ് യുവർ ഫാമിലി? ഞാൻ ഐ ആം ദ 10th. അവരെന്നെ അത്ഭുതത്തോടുകൂടെ നോക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ അവർ ചിരിക്കുമ്പോൾ ചോദിക്കും, എന്താ നിങ്ങൾ ചിരിക്കുന്നേ? അവർ പറയും, നിങ്ങളുടെ അമ്മയ്ക്ക് അപ്പോഴും വേറെ പണിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ ദോഷൈക ദൃക്കിൽ ചിന്തിക്കാനായിട്ട് നമ്മൾ തുടങ്ങുന്ന ഒരു കാലാവസ്ഥയിലാണ് തലശ്ശേരി രൂപതയുടെ ചെമ്പേരി പള്ളി ബസിലിക്ക പള്ളിയായിട്ട് ഉയർത്തപ്പെടുന്നത്. കുടിയേറ്റ ജനതയുടെ കണ്ണുനീരിന്റെ മുൻപില്, അവരുടെ കഷ്ടപ്പാടുകൾക്ക് മുൻപില്
തിരുസഭ ചേർത്തുന്ന ഈ അംഗീകാര മുദ്ര കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കാനാണ്. മൾട്ടിപ്ലൈ, ബി ഫ്രൂട്ട്ഫുൾ. നിങ്ങൾ ഫലം ചൂടുന്നവരാകുക, നിങ്ങൾ താലന്തുകൾ വർദ്ധിപ്പിക്കുന്നവരാകുക. നമുക്ക് ഇനിയും മണ്ണിൽ പോരാടണം. നമുക്ക് ഉദ്യോഗങ്ങൾ വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, നമുക്ക് ഉന്നത വിദ്യാഭ്യാസം വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. എല്ലാം ഉണ്ടെങ്കിലും മണ്ണിനോടുള്ള നമ്മുടെ മനുഷ്യബന്ധം അത് രക്തബന്ധമാണെന്ന് തിരിച്ചറിയുക. ആൻഡ് ഫിൽ ദ എർത്ത്. കർത്താവ് അതിനെ നമ്മളെ സഹായിക്കാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ പള്ളിക്ക് 3 പ്രത്യേകതകളാണ് ബസിലിക്ക ആകുന്നത് വഴി സഭ കൽപ്പിക്കുന്നത്. 3 വലിയ പ്രത്യേക പ്രിവിലേജുകൾ ഈ പള്ളിക്ക് പരിശുദ്ധ സിംഹാസനം നൽകുന്നുണ്ട്. 1, ഇത് മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു പള്ളിയാണ്. തലശ്ശേരി രൂപതയിൽ എന്തെങ്കിലും മാർപ്പാപ്പ വരുന്നുണ്ടെങ്കിൽ മാർപ്പാപ്പ നിർബന്ധമായിട്ടും സന്ദർശിക്കേണ്ട ഒരിടമാണ് ഈ ബസിലിക്ക പള്ളി. മാർപ്പാപ്പയുടെ സ്വന്തം പള്ളിയാണ് ഇത്. പരിശുദ്ധ സിംഹാസനം നമ്മുടെ കൂടെ സഹയാത്രികനാകുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ പള്ളി. 2, ഇത് തീർത്ഥാടന പള്ളിയാണ്. ഈ തീർത്ഥാടന പള്ളികൾ നേർച്ചപ്പെട്ടികൾ വെക്കാനുള്ള പള്ളികൾ എന്നുള്ള അർത്ഥത്തിലല്ല, തീർത്ഥാടക സഭയുടെ സ്വഭാവമുള്ള പള്ളികൾ. ഇനിയും തീർത്ഥാടനം തുടരാനായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന തീർത്ഥാടക പള്ളി. ഈ പള്ളിയിൽ വരുന്നവരെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മൾ തീർത്ഥാടകരാണ്. കർത്താവിൻ്റെ ദൗത്യവുമായിട്ട് തീർത്ഥാടനം നടത്തുന്നവരെ. 3, ഇത് ദണ്ഡവിമോചന പള്ളിയാണ്. ഈ പള്ളിയിൽ എനിക്ക് തോന്നുന്നു മറ്റൊരു പള്ളിക്കും ഇല്ലാത്തതുപോലെ ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാനുള്ള അവകാശം. നിങ്ങൾക്കറിയാം, പാപകടങ്ങളിൽ നിന്ന് പൊറുതി നൽകാൻ സഭ നിശ്ചയിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ദണ്ഡവിമോചനങ്ങൾ. അത് തലശ്ശേരി രൂപതയിലെ കൊടുക്കാനായിട്ട് മാർപ്പാപ്പ പ്രത്യേകം അനുമതി നൽകുന്ന ഒരിടമാണ് ഈ തീർത്ഥാടന പള്ളി. ഈ തീർത്ഥാടന പള്ളി തലശ്ശേരി രൂപതയിൽ വന്നു ചേർന്നതിൽ സീറോ മലബാർ സഭയ്ക്കും കേരള സഭയ്ക്കും ഭാരതത്തിലെ സഭയ്ക്കൊക്കെയുള്ള വലിയ ആനന്ദവും അഭിനന്ദനവും ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നു. പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നിങ്ങൾ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കാരണമാകട്ടെ. മിഷൻ രൂപതകൾക്ക് ഏറ്റവും കൂടുതൽ ദൈവവിളി കൊടുത്ത സ്ഥലമാണ് തലശ്ശേരി. ഇന്ന് നോർത്ത് ഇന്ത്യയിലും മറ്റുള്ള പല ലാറ്റിൻ രൂപതകളിലും മറ്റ് സന്യാസ സമൂഹങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരിലെ വളരെ വലിയൊരു ശതമാനം മലബാറുകാരാണ്. അതിലെ ഏറ്റവും കൂടുതൽ തലശ്ശേരിക്കാരാണ്. തലശ്ശേരിക്കാരെ ആ ദൗത്യം ഇനിയും സഭയ്ക്ക് വേണ്ടി തുടരണം. നമ്മുടെ എല്ലാ മിഷനുകളിലേക്കും പോകാനായിട്ട് ധാരാളം മിഷണറിമാരെ സംഭാവന ചെയ്യുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ചെമ്പേരി തീരാൻ പരിശുദ്ധ ലൂർദ് മാതാവ് അനുഗ്രഹിക്കട്ടെ.